ദൈവം ത്രിയേകനാകുന്നു എന്ന് പറഞ്ഞത് യേശുക്രിസ്തുവാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മൾ അതിനെ വേദശാസ്ത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ത്രിയേകൻ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമാകുന്നു ദൈവം എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 28:19-20. ഇത് തന്നെയാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. പൗലോസ് തന്നെയാണ് പഠിപ്പിച്ചത്. പൗലോസിന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടില്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 13:15 പറയുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം അപ്പോസ്തലന്മാർ ത്രിയേക ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ സുഹൃത്തെ ബൈബിൾ വായിക്കണം. ബൈബിളത് എഴുതിയിട്ടുണ്ട്. ഇനിയും വെളിപ്പാട് പുസ്തകം 1:4-5 യോഹന്നാൻ പറയുന്നു ദൈവം ത്രിയേകനാകുന്നു. വെളിപ്പാട് 22:1-2 ദൈവം ത്രിയേകനാന്ന് പറഞ്ഞാൽ ബൈബിൾ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം ത്രിയേകനാകുന്നു പ്രഖ്യാപനം യോഹന്നാൻ 22:1 വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ പുറപ്പെടുന്ന ജീവജല നദി. ദൈവം കുഞ്ഞാട് പുത്രൻ ജീവജല നദി പരിശുദ്ധാത്മാവാണ് യോഹന്നാൻ 7:46 പറയുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 1:4-5 വാക്യം വായിക്കൂ. അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് യോഹന്നാൻ ശ്രീ ആശീർവാദം പറയുന്നത്. ദൈവം ഏകനാണെങ്കിൽ ദൈവത്തിന്റെ മാത്രം സമാധാനം മതിയല്ലോ. എന്തിനാണ് പൗലോസ് പറഞ്ഞേ? എന്തിനാണ് യോഹന്നാൻ അത് പറഞ്ഞത്? അപ്പം ദൈവം ത്രിയേകനാണെന്നുള്ള കാര്യം ഞങ്ങളാരും കെട്ടിച്ചവച്ചതല്ല, ക്രിസ്തു പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ കൃത്യമായി പഠിപ്പിച്ചു, ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നു. അതുകൊണ്ട് ദൈവം ത്രിയേകനാണെന്നുള്ള കാര്യം ബൈബിൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ സഹോദരൻ ഒരു സ്റ്റേറ്റ്മെന്റ് നീളത്തിൽ വെക്കും. അതിനകത്ത് പല ഘടകങ്ങൾ കാണും. അപ്പൊ അവിടുത്തെ അവസാനം